ഹായ് മക്കളെ, ഇറ്റ്സ് മീ വിഘ്നേഷ്. സോ മക്കളെല്ലാവരും +2 എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ലൈവും മാരത്തോണും അതേപോലെ തന്നെ ബൂസ്റ്ററും ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് +2 എക്സാം എഴുതി കഴിഞ്ഞവരാണ്. ഇനി അറിയേണ്ടത് നമ്മളുടെ റിസൾട്ടാണ്. +2 എക്സാമിൻ്റെ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ആവുക, അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ഡേറ്റ് എന്നാണ് വരിക. നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ റിസൾട്ടിൻ്റെ ഡേറ്റ് വന്നോ? യെസ്, മെയ് 2nd വീക്കോട് കൂടിയിട്ടാണ് നമ്മളുടെ +2 എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മെയ് 2nd വീക്കോട് കൂടിയിട്ട് നമ്മളെ +2 എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സാർ ഇതിൻ്റെയോടൊപ്പം തന്നെ ആഡ് ഓൺ ചെയ്ത് പറയുന്നത്. സോ മക്കളെ, ചില ആൾക്കാർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ +2വിന് ശേഷം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ +2വിന് ശേഷം ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ CUT പോലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഹയർ സ്റ്റഡീസിന് പോകണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തവരായിരിക്കാം. ഇതൊന്നും പെടാത്തവർ ചിലപ്പോൾ ഒരു കരിയർ ഓപ്ഷനും തിരഞ്ഞെടുക്കാത്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാത്തവരുണ്ടായിരിക്കാം. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിൻ്റെ റിസൾട്ടിനോട് ആ റിസൾട്ട് എന്ന് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മളുടെ കരിയറിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ട സമയം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സോ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ രീതിയിലാണ് പോവേണ്ടത്, ഈ വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ കരിയർ സെറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. സോ ഇനി ചിലപ്പോൾ നമ്മുടെ കൊമേഴ്സിലെ തന്നെ ഒരുപാട് പ്രീമിയം ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. നമ്മളുടെ ACCA, CMA, CA പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രീമിയം കോഴ്സുകളുണ്ട്. ചില ആളുകൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഈ രീതിയിൽ പ്രീമിയം കോഴ്സുകൾ എടുത്തുകൊണ്ട് നല്ലൊരു പ്രൊഫഷണൽ ആവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇനി ചില ആൾക്കാർ വിചാരിക്കും, എനിക്ക് പ്രീമിയം കോഴ്സസ് വേണ്ട, എനിക്ക് ഗ്രാജുവേഷൻ വേണം, അല്ലെങ്കിൽ നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് നല്ല ഗ്രാജുവേഷൻ ആവണം, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. സോ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, +1 +2 കാലഘട്ടത്തിൽ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലും അതേപോലെ തന്നെ അക്കൗണ്ടൻസിലും ഒരുപാട് കോൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ വെക്കേഷൻ പീരീഡിൽ ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഡിഗ്രിക്ക് മുന്നേ ഈ ഒരു വെക്കേഷൻ പീരീഡിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലൈക്ക് GST, അതേപോലെ തന്നെ CAT, സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ. സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CMAയുടെ ആദ്യത്തെ സ്റ്റേജാണ് സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് നേടുകയാണെന്നുണ്ടെങ്കിൽ CMAയുടെ ഇൻ്റർലോട്ട്, അതായത് 2nd സ്റ്റേജിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചിലരാകട്ടെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിലോട്ട് എങ്ങനെയാണ് +2വിന് ശേഷം പോവേണ്ടത് എന്ന് ചിന്തിച്ചു പോലും തുടങ്ങാത്ത ആളുകളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ വെക്കേഷൻ പീരീഡിൽ ജോളിയായിട്ട് നടന്ന് ആഘോഷങ്ങളൊക്കെ നല്ലപോലെ ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ടായിരിക്കും. സോ അവർക്ക് കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, അവർക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാത്തത്, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിനെ അല്ലെങ്കിൽ ഹയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. സോ ഇവരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളായ CA, ACCA, CMA പോലുള്ള കോഴ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീമിയം കോഴ്സസിലോട്ടുള്ള വെബിനാറുകളൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. സോ അങ്ങനെയുള്ള വെബിനാറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് അത്തരത്തിലുള്ള പ്രീമിയം കോഴ്സുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി മറ്റു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക, അതേപോലെ ഇത്തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സെഷനുകൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഇതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചെറിയൊരു ധാരണയെങ്കിലും കിട്ടും. സോ അങ്ങനെയാണ് നമ്മളുടെ ഇനിയുള്ള +2 കഴിഞ്ഞു, സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞതാണ്, ഇനി നമ്മൾ ഹയർ ഗ്രാജുവേഷനിലോട്ട് പോവുകയാണ്. പ്രൊഫഷണൽ കോഴ്സുകളായാലും നമ്മൾ ഇനി ഗ്രാജുവേഷൻ ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങൾ കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയായിരിക്കണം +2വിന് ശേഷം നിങ്ങൾ ഓരോ ചുവടുവെപ്പും നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും ചില പ്ലാൻസ് ഒക്കെ, അല്ലെങ്കിൽ ചില വെക്കേഷനിൽ നിങ്ങൾ ഏത് രീതിയിലാണ് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ നിങ്ങൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ വെക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.